Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്തൊക്കെ സ്പെഷ്യൽ മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. So think about your situation, what you need to hear right now. What you need to hear right now. Maybe ഈ സമയം നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. Alright, so നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണം, എന്ത് ആദ്യം ചെയ്യണം, എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം. റൈറ്റ്, വളരെ തിരക്കായിരിക്കാം, വളരെ ബിസി, വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഐ കൻ ഫീൽ what you need to hear right now. Alright, സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. മേ ബി ലൈക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല, നിങ്ങൾ കൊടുക്കുന്ന വളരെ സന്തോഷമായിട്ടായിരിക്കും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെക്കഗ്നേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ അത് അക്നോളജ് ചെയ്യണം, അല്ലെ? സോ നിങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരുപാട് എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഈവൻ ആരും അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അക്നോളജ് ചെയ്യുക, നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്യുക, സെൽഫായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. നിങ്ങൾ ചില പ്ലേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അതാണ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് കൊടുക്കുന്നു, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, നിങ്ങൾ അവിടെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ അവിടെ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷനും അറ്റ്ലീസ്റ്റ് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക, സ്വയം നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അക്നോളജ് ചെയ്യുക, ആൻഡ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്നതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വഴിയിൽ നിങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു സംശയം ഇതാണ്, നിങ്ങൾ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഇത് എന്തായിരിക്കാം, എന്തിലേക്കായിരിക്കും നിങ്ങൾ ലീഡ് ചെയ്യുക, നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്നൊക്കെ മേ ബി ചിന്തിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ എന്താണോ ഇതുപോലെ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അതിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് എന്നല്ലാന്നുണ്ടെങ്കിലും റൈറ്റ് ആയിട്ടുള്ള പ്ലേസിന് നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു റെക്കഗ്നേഷൻ ഉണ്ടാവും. ഓക്കെ, സോ അതിനൊരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നിങ്ങളുടെ ലൈഫിന്റെ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. വർക്ക് പ്ലേസിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഓൾറൈറ്റ്, ആൻഡ് ചില പ്ലേസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്, കാരണം നിങ്ങളാണ് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈവൻ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വർക്ക് പ്ലേസ്, നിങ്ങളുടെ ഈവൻ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ടയേർഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾ ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് എനി വൺ ടു റെക്കഗ്നൈസ് ദാറ്റ്. ഓക്കെ, സോ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, what you need to hear right now, എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് അബൌട്ട് യുവർ സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങളുടെ എനർജീസ് ഓർ നിങ്ങളുടെ പവർ എവിടെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒക്കെ നിങ്ങൾ തിരിച്ചു പിടിക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇറ്റ്സ് ഗുഡ്, ലൈക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വളരെ ഒരു പവർഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആക്കുന്നുണ്ട്. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കീപ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ പവർലെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ, നിങ്ങൾ എഫേർട്സ് കൊടുക്കുന്ന പ്ലേസ് ആയിരിക്കാം, അവിടെ നിങ്ങൾക്ക് വളരെ പവർലെസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ടേക്ക് ഓൾ യുവർ പവർ ബാക്ക്. ഓക്കെ, നിങ്ങളുടെ എല്ലാ പവറും, നിങ്ങളുടെ എല്ലാ എനർജിയും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക. റൈറ്റ്, നിങ്ങൾ മനസ്സിലാക്കുക
ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ടാവുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് നാച്ചുറലി അത് സെർവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ഒരു കാര്യം എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നല്ലതാണ്. പക്ഷെ ചില പ്ലേസിൽ നമ്മളത് ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ ചില പ്ലേസിലേക്ക് നമ്മൾ അതുപോലെ കണക്ട് ചെയ്യാത്തതാണ് നല്ലത്. കാരണം നമ്മൾ ചില ആളുകളിലേക്ക് ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഹിഡൻ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ പൊസിഷനിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യലി വരുന്ന സമയത്ത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി വരുന്ന സമയത്ത്, ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പൊസിഷനിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഓണർഷിപ്പ്, കുറച്ചുകൂടി ഒരു കൺട്രോൾ നിങ്ങൾക്ക് പല പ്ലേസിലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, പുതിയ റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആക്കി വെക്കുന്നുണ്ടായിരിക്കണം, അല്ലെ, വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ വെക്കുന്നുണ്ടായിരിക്കണം. സോ ഇങ്ങനത്തെ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് ആ കാര്യങ്ങൾ എടുക്കുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങളെ കണക്ട് ചെയ്യുക. സ്പെഷ്യലി ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് കോമ്പറ്റീഷനിലേക്കാണോ ഇൻവോൾവ് ആവുന്നത്, ഹെൽത്തി ആയിട്ടുള്ള എന്ത് കോമ്പറ്റീഷനിലേക്കാണോ നിങ്ങൾ ഇൻവോൾവ് ആവുന്നത്, സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളെ. സോ പല ആളുകളും നിങ്ങൾ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു സർവീസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് വരാം. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ, സോ നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നാച്ചുറലി സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില ലൈഫ് ചാലഞ്ചസും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോകുന്ന ചില ചാലഞ്ചസ് നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഹിയർ യു ക്യാൻ സീ 7 7 and 7, 3 + 4 is 7, അല്ലെ. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പേഴ്സണാലിറ്റി, നിങ്ങളുടെ പേർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. വളരെ ഒരു പവർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, വളരെ കണക്റ്റഡ് ആയിട്ട്, നിങ്ങൾ എവിടേക്കോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചില അഴിച്ചുപണികൾ നടത്തുന്നുണ്ട്. സോ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി ഐ ക്യാൻ സ്ട്രോങ്ലി സീ ദാറ്റ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അത് മേ ബി അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, കാരണം എന്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് വാക്ക് അവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, വളരെ അത്ര കട്ടയ്ക്ക് നിൽക്കുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും മ്യൂച്വലി കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അവിടെ എനർജറ്റിക്കലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എല്ലാ രീതിയിലും സ്പിരിച്വലി എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ ഓൾറെഡി പോകുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തും ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി, അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. റൈറ്റ്, സോ നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ്, എസ്പെഷ്യലി ഫുൾ മൂൺ ആണ് വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യത്തിനോട് വലിയൊരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്, അല്ലെ, ചില കാര്യങ്ങളിലേക്കൊക്കെ വരാൻ, പഠിക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ചില കാര്യത്തിലേക്കൊക്കെ വരാനുള്ള ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ക്രേവ് തോന്നുന്ന ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ
സ്ട്രോങ്ലി സീ ദാറ്റ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില നിങ്ങൾക്ക് നിങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള, അത്ര കൊതിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ക്രേവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത്, അതായിരിക്കാം പ്രോബബ്ലി നിങ്ങൾ ഏറ്റവും വലിയൊരു ചലഞ്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളത്, അല്ലെ? സോ നിങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഷൗട്ട് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്ന സമയത്താണ് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവുന്നത്. അവിടെയൊക്കെ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ള ചില തിരിച്ചറിവുകൾ ചില ആളുകൾക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതുപോലത്തെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി ചേഞ്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എഗ് ഷെല്ലിന്ന് പുറത്തു വരികയാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് അഗൈൻ ഒരു വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അഗൈൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവേക്കനിങ് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു സ്ട്രോങ് എനർജി ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് പല കാര്യത്തിലും നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഹൈലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ടായിരിക്കാം. ഓക്കെ, സോ ഹൈലി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരിക, ഫ്രണ്ട്ഷിപ്പിലേക്ക് വരിക, അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വർക്ക് ചെയ്യുക. സോ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിന്ന് കംപ്ലീറ്റ്ലി ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിൽ വന്നതുപോലെ, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡിൽ വന്നതുപോലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഒരു കാർമിക് ടൈ എന്താക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ ഇത്ര കാലമായിട്ട് നിങ്ങൾ ആ ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കാം പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ജീവിച്ച് പല കാര്യങ്ങളും ചെയ്തു, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഓൾ ഓഫ് സഡൻ നിങ്ങൾ എവേക്കൻ ആയിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ സോൾ എവേക്കൻ ആയിട്ടുണ്ടായിരിക്കണം. സോ ആ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വന്നതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് അതുവരെ നിങ്ങളുടെ ലൈഫിൽ കാണാത്തതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ അത് ഉണ്ടാവും. ഓൾറൈറ്റ്, അതുവരെ നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഉണരുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ അത് നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നത് പോലെ. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ അങ്ങനെയാണ്, ലൈക്ക് സെക്കൻഡ്സിൽ, അല്ലെങ്കിൽ ലൈക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടാണ് ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ വളരെ സഡൻ ആയിട്ട് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പല എക്സ്പീരിയൻസ് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളെ ഉണരാൻ. ഓക്കെ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ എവേക്കൻ ആവുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബോധം വരുന്നുണ്ട് നിങ്ങൾ എവിടെയാണ്, എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്നൊക്കെ ഉള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, അതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ സെൽഫ് റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ സ്വയം നിങ്ങളെ അംഗീകരിക്കാൻ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. Gratitude. Okay, so be grateful for yourself. Okay, your body, your beauty, your mind, your past, your experience, whatever. Okay, so നിങ്ങളിലേക്ക് കൂടുതൽ ആ ഒരു നന്ദി കാണിക്കണം, അല്ലെങ്കിൽ അതാണ് നിങ്ങളെ കൂടുതൽ നിങ്ങളെ ഒരുപാട് അവേക്കൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പാൻഡ് ചെയ്യാൻ, ഓർ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് സെൽഫ് ലവ്. മൈ ഗോഡ് ലവ്, സെൽഫ് ഫോക്കസ്.
ഓൾറൈറ്റ് സോ കാരണം ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ചില മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് സഡൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്മേഷൻ. ഓക്കെ, സോ സഡൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്മേഷൻ. ഇറ്റ്സ് ലൈക്ക് ഇന്നലെ മുതൽ നിങ്ങൾ എവിടെ കിടന്നുറങ്ങി, ഏത് വീട്ടിൽ കിടന്നുറങ്ങി എന്നുള്ളതല്ല, പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത് മേ ബി ലൈക്ക് ഒരു വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ബെഡിലായിരിക്കാം, ഒരു റോയൽ ട്രീറ്റ്മെന്റിലായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അത് അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഏരിയാസിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ സഡൻ ആയിട്ടുള്ള ചേഞ്ച്. ഇന്നലെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവില്ല, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് എണീക്കുന്ന സമയത്ത് ഉണ്ടാവും. നിങ്ങളുടെ റിയാലിറ്റിയിൽ ആ ഒരു കാര്യം ഉണ്ട്. ഓക്കെ, സോ ഇന്നലെ ക്യാഷ് ഇല്ല, ഇന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവും. ഇന്നലെ നിങ്ങൾക്ക് ജോബ് ഉണ്ടായില്ല, ഇന്ന് നിങ്ങൾക്ക് ജോബ് ഉണ്ടാവും. ഇന്നലെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായില്ല, ഇന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഇറ്റ്സ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ വളരെ പ്ലസന്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി. ഓക്കെ, സോ ഇത് റിലേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ക്ലെയിം ഇറ്റ്. ഓൾറൈറ്റ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.